ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു വലിയ പരാജയത്തിന് ശേഷം അവരുടെ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിനൊക്കെ ഹെഡ് ചെയ്തുകൊണ്ടിരുന്ന MV നികേഷ് കുമാർ ഒരു ഫേസ്ബുക്കിലൊരു വീഡിയോയുമായിട്ട് പുറത്തു വന്നിരുന്നു. കൂടാതെ അന്ന് വൈകുന്നേരം തന്നെ ഒരു M സ്വരാജുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവും അദ്ദേഹം നടത്തിയിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് കേൾക്കാം, അതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞ് നിങ്ങളോട് സമയം കളയേണ്ട കാര്യമില്ല. ഏതാണ്ട് ഒരു 3 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ആ കേട്ടതിന് ശേഷം അതിനെക്കുറിച്ച് പച്ചക്കള്ളം പറഞ്ഞ് കിണർഗോലു എന്ന് പറഞ്ഞിട്ട് മറുനാടൻ ഷാജൻ ഒരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട്. ആ 2 വീഡിയോയിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനലിനെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് എന്നുള്ളത് ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ. ചിലരൊക്കെ മെമ്പർഷിപ്പ് എടുക്കാതെ ഞാൻ ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുന്ന ഗൂഗിൾ പേ നമ്പറിലേക്കും അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പറിലേക്കും ഒക്കെ 179 രൂപയൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അത് അയച്ചു തന്നവരോട് വലിയ സന്തോഷം, വലിയ സ്നേഹം. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ എനിക്ക് നേരിട്ട് അയച്ചു തരികയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ്റെ സൈഡിൽ തന്നെ ഒരു ബട്ടൺ ഉണ്ട്. അതിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം. അത് ലെവൽ 1 ആണ് 179 എന്ന് പറയുന്നത്, ലെവൽ 2 359 ആണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളതൊക്കെ തന്നെ എടുക്കാവുന്നതാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. അല്ലാത്തവർ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കമൻറ്റ് ഞാൻ ഇന്ന് രാവിലെ വായിച്ചിരുന്നു. എനിക്ക് വലിയ സങ്കടം തോന്നി. അങ്ങനെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് സാർ, പക്ഷേ എനിക്ക് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുമെന്നാണ്. നിങ്ങൾ അത്ര ബുദ്ധിമുട്ടിയൊന്നും അങ്ങനെ ചെയ്യണം എന്നില്ല. നിങ്ങൾ നമ്മുടെ വീഡിയോകൾ മുഴുവനായിട്ടും കണ്ടാൽ മതി, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. പക്ഷേ ചെയ്യാൻ കഴിയുന്നവർ അതുകൂടി ചെയ്യണം. കാരണം നമ്മളൊന്ന് ഇവിടെ പിടിച്ചു നിൽക്കേണ്ടതുണ്ട്. ഒരൊറ്റക്കുള്ള ഒരു പോരാട്ടത്തിലാണ് നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം നമുക്ക് നികേഷിൻ്റെ ഒരു വീഡിയോ ഒന്ന് കേൾക്കാം. ആ വീഡിയോ കേട്ടതിന് ശേഷം നമുക്ക് മറുനാടൻ്റെ വീഡിയോ കൂടി കേൾക്കാം. ഉണ്ടായത് വലിയ തോൽവിയാണ്. തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഏറ്റവും ആശങ്കയുള്ളത് BJPക്ക് 3 സീറ്റ് കിട്ടി എന്നുള്ളതാണ്. BJP അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമോ ഇല്ലയോ എന്നാണ് സാധാരണഗതിയിൽ നമ്മൾ അന്വേഷിക്കാറുള്ളതെങ്കിൽ 3 സീറ്റിന്റെ ബ്ലോക്ക് നിയമസഭയിൽ BJPക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ നിർണായകമായ കാര്യം. ഒന്ന്, ത്രികോണ മത്സരത്തിൽ BJP ജയിച്ചെടുത്ത് UDF സാന്നിധ്യമാണ് LDFനെ തോൽപ്പിച്ചത്. 2, BJPക്കെതിരെ UDF ജയിച്ച മണ്ഡലങ്ങളിൽ LDF വോട്ടുകളാണ് BJPയെ തടഞ്ഞത്. ഇതിൽ അടുത്തതിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല, 3 ചോദ്യങ്ങൾ കൂടിയുണ്ട്. 102-ൽ എത്ര പേർ 2031-ൽ BJP ചിഹ്നത്തിൽ ചേരും എന്നാണ് ചോദിച്ചേക്കുന്നത്. അതുപോലെ രീതിയിൽ നികേഷ് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, ഒരു ത്രികോണ മത്സരത്തിൽ LDF അതിൻ്റെ കൃത്യമായിട്ടുള്ള വോട്ടുകൾ പിടിച്ചതുകൊണ്ട് ഇപ്പോൾ മഞ്ചേശ്വരം പോലുള്ള സ്ഥലങ്ങളിൽ UDF ജയിച്ചുവെന്നും, എന്നാൽ UDF കൃത്യമായ വോട്ടുകൾ പിടിക്കാതിരുന്നതുകൊണ്ട് നേമം പോലെയുള്ള സ്ഥലങ്ങളിൽ അവർ ജയിച്ചു എന്നുള്ളതുമാണ് നികേഷ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതുപോലെ ഭാവിയിലേക്ക് മന്ത്രിമാർ തമ്മിലുള്ള വലിയ മത്സരമുണ്ടാകുമ്പോൾ മന്ത്രിമാരാകാൻ കഴിയാത്ത നിരവധി ആളുകൾ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് ചേരാനുള്ള സാധ്യതയുണ്ടെന്നും, അങ്ങനെ 2031-ൽ ഈ 102 പേരിൽ എത്ര പേര് BJP ചിഹ്നത്തിൽ മത്സരിക്കും എന്നുള്ളതുമാണ് അദ്ദേഹം എഴുതി കാണിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കാണാൻ കഴിയാത്തതുകൊണ്ട് ആ മ്യൂസിക് മാത്രം കേൾക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. ബാക്കിയുള്ള അദ്ദേഹത്തിൻ്റെ സംഭാഷണം കൂടി കേൾക്കാം. 2011-ലെ ബംഗാളിലേക്ക് പോകാം. ഇടതുപക്ഷത്തിനെതിരെ എല്ലാ ശക്തികളെയും കൂട്ടിയോജിപ്പിച്ചാണ് മമത അന്ന് ജയിച്ചത്. RSS മമതയെ വിശേഷിപ്പിച്ചത് ദുർഗ എന്നായിരുന്നു. അന്ന് BJPക്ക് അവിടെ സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല. BJP എന്ന പഴയ സഖ്യകക്ഷിയെ ബംഗാളിലേക്ക് കൊണ്ടുവന്നാൽ 30% വരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒപ്പം നിർത്തി എന്നും എപ്പോഴും തനിക്ക് ജയിക്കാം എന്നും. ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ പോരാ, കുറച്ചുകൂടി വിശദമായി പറയേണ്ടതാണ്. വെസ്റ്റ് ബംഗാളിൽ 2011-ൽ അവിടെ വിജയിച്ചിട്ടുള്ള മമതാ ബാനർജിയെ ദുർഗ എന്ന RSS വിശേഷിപ്പിക്കാനുണ്ടായ സാഹചര്യം. അങ്ങനെ മമതാ ബാനർജി വിജയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തങ്ങളുടെ ഒരു എൻട്രിയും തങ്ങളുടെ നേട്ടവും എളുപ്പമാകുമെന്നുള്ള തിരിച്ചറിവാണ്. അതുപോലെ തന്നെ ഒരു കാര്യമാണ് കേരളത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നികേഷ് കുമാർ പറഞ്ഞു വെക്കുന്നത്. ഞാനത് നിങ്ങളോട് കഴിഞ്ഞ വീഡിയോകളിലൂടെ തന്നെ വളരെ വിശദമായി പറഞ്ഞതായതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ധ്രുവീകരണ രാഷ്ട്രീയത്തിൽ ആകൃഷ്ടരായി BJPയും തൃണമൂലും ചേർന്ന് ഇടതുപക്ഷത്തെ തല്ലിയൊതുക്കി. ഇപ്പൊ മമതയെ സംബന്ധിച്ചിടത്തോളം ഭസ്മാസുരന് വരം കൊടുത്തതുപോലെയായി. വാളെടുത്തവൻ വാളാൽ അതിരിക്കട്ടെ. ഇനി നികേഷ് അവിടെ എഴുതി കാണിക്കുന്നത് കേരളത്തിലെ BJPയുടെ പ്ലാൻ എന്ത് എന്നുള്ളതാണ്. ആ നിലയിലേക്ക് ഒരുക്കിയെടുക്കാൻ മമതയുടെ സ്വഭാവമുള്ള കേരളത്തിലെ നേതാക്കൾ ശ്രമിക്കും.
കരുതലോടെ ഇരിക്കണം നമ്മൾ. നമുക്ക് മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള യുദ്ധമല്ല കോൺഗ്രസിൽ നടക്കാൻ പോകും. കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുമെന്നാണ് ഞാൻ കരുതുന്നത്. കോൺഗ്രസിൽ അതേ നടക്കും. മന്ത്രിമാരാകാൻ ആഗ്രഹിക്കുന്നവരുടെ യുദ്ധമാണ് കോൺഗ്രസിൽ കാണാൻ. കോൺഗ്രസിലും ഘടകകക്ഷികളിലും മന്ത്രിമാരാകാൻ അർഹതയുണ്ടെന്ന് കരുതുന്നവർ ഇനി പാളയത്തിൽ പട നടത്താൻ പോവുകയാണ്. അതുണ്ടാക്കാൻ പോകുന്ന സങ്കീർണമായിട്ടുള്ള രാഷ്ട്രീയ അവസ്ഥയെ എങ്ങനെയാണ് മുന്നണി നേരിടുക? ഈ നില BJP ഉപയോഗപ്പെടുത്തും. അസ്വാരസ്യമുള്ള കോൺഗ്രസ് MLA-മാർ BJP ബ്ലോക്കിനൊപ്പം അലിഞ്ഞു ചേരുകയും ഭാവിയിൽ അവരുടെ സ്ഥാനാർത്ഥിയായി മാറുകയും ചെയ്യുന്ന രീതി നമുക്ക് തള്ളിക്കളയാനാകും. BJP അവരുടെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ വോട്ടാണ് രേഖപ്പെടുത്തിയത്, 11.43%. അങ്ങനെയുള്ള BJPക്ക് എങ്ങനെയാണ് 3 സീറ്റുകൾ നേടാനായിട്ട്? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊളിഞ്ഞു പാളീസായ 2020 മുന്നണിയിലേക്ക് കൊണ്ടുവന്ന് BJP എന്തിനാണ് അവരുടെ ശക്തിദുർഗങ്ങളായ സീറ്റുകൾ കൈമാറിയത്? 2020 BDJS-ന് 41 സീറ്റുകളാണ് BJP നൽകിയത്. അവരുടെ ശക്തി കേന്ദ്രങ്ങൾ സാധാരണഗതിയിൽ BJP കൈമാറാറുണ്ടോ? ഇത്തവണ കൈമാറിയത് ആരെ സഹായിക്കാനാണ്? CPM BJP ഡീൽ എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പച്ചയ്ക്ക് BJP-യുമായി കച്ചവടം നടത്തുകയായിരുന്നില്ലേ? ഇനി അദ്ദേഹം എഴുതി കാണിക്കുന്നൊരു കാര്യം, വലതുപക്ഷ മാധ്യമങ്ങൾ എന്തിനാണ് ഇനി ശ്രമിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു വന്നൊരു കാര്യം, അതിൻ്റെ ഇടയിൽ ചില കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ വിചാരിക്കുന്നത് BJP പോലുമല്ല, RSS വലിയ സ്ട്രാറ്റജിക് ആയിട്ടുള്ള വോട്ടിംഗ് ഇത്തവണ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം നിങ്ങളോട് പറയാം. ഇപ്പോൾ തൃക്കാക്കരയിൽ 21,000 വോട്ടാണ് അഖിൽമാരാർ പിടിച്ചത്. പക്ഷേ യഥാർത്ഥത്തിൽ BJP-യുടെയും 2020-യുടെയും വോട്ടുകൾ കൂട്ടിച്ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 28,000 വോട്ടുകൾ വേണം. ഇപ്പോൾ 7,000 വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട്. 7,000 വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വലിയ പ്രശ്നം തോന്നില്ല. കാരണം 50,000 വോട്ടുകൾക്കാണ് തൃക്കാക്കരയിൽ ഉമാ തോമസ് ജയിച്ചിട്ടുള്ളത്. പക്ഷേ ഇതുപോലെ തന്നെ 41 മണ്ഡലങ്ങളിലും അവിടെ എല്ലാ മഹാഭൂരിപക്ഷം സ്ഥലത്തും, ഞാൻ മുഴുവൻ കണക്കെടുത്തിട്ടില്ല, അവിടെ മുഴുവൻ സ്ഥലത്തും തന്നെ ഏതാണ്ട് UDF-കാരാണ് ജയിച്ചിട്ടുള്ളത്. ആ ജയിക്കാൻ കാരണം ഭരണവിരുദ്ധ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യരുത് എന്നുള്ളതെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം BJP വിചാരിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് 2020-ക്ക് ഇത്തരത്തിൽ ഉള്ള സീറ്റുകൾ വിട്ടു നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റുമാനൂർ തന്നെ കഴിഞ്ഞ തവണ 12,975 വോട്ടുകളാണ്, 13,746 വോട്ടുകളാണ് BJP-ക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇത്തവണ പിടിച്ചിട്ടുള്ളത് കേവലം 12,975 വോട്ടുകളാണ്. അത് 2020-യുടെ സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തിൽ 1% പോലും വോട്ടുകൾ വർദ്ധിപ്പിക്കാതിരുന്ന ഇത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട പല നീക്കങ്ങളും നടന്നിട്ടുണ്ട്. അതിൻ്റെ മുഴുവൻ കണക്കുകളിലേക്ക് ഞാൻ എടുത്തിട്ടില്ല, അതിൻ്റെ ഫാക്ട്സ് ഫിഗേഴ്സുമായി നിങ്ങളിലേക്ക് വരാം. പക്ഷേ നികേഷ് സൂചിപ്പിക്കുന്നത് അതാണ് എന്നുള്ളത് മറന്നു പോകരുത്. പക്ഷേ ഇതിനോട് എങ്ങനെയാണ് ബാക്കിയുള്ള മാധ്യമങ്ങൾ പ്രതികരിക്കുന്നത്, മറുനാടൻ പ്രതികരിച്ചിട്ടുള്ളത് എന്നുള്ളത് കൂടി കേൾക്കുമ്പോൾ എങ്ങനെയാണ് മാധ്യമ അജണ്ട എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കും. ഇടതുപക്ഷത്തെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് ഇല്ലാതാക്കാനാണ് ഇനി വലതുപക്ഷ മാധ്യമങ്ങൾ ശ്രമിക്കുക. നമ്മൾ ഓരോരുത്തരും സ്വയം ബ്രോഡ്കാസ്റ്റർമാരായി മാറണം. സംഘടനാ പ്രവർത്തനവും പാർലമെന്ററി പ്രവർത്തനവും സാമൂഹ്യ മാധ്യമ പ്രവർത്തനവും ഒന്നിച്ചു കൊണ്ടുപോയാൽ കൊടുങ്കാറ്റ് പോലെ നമുക്ക് തിരിച്ചു വരാനാണ്. ലാസ്റ്റ് എഴുതി കാണിക്കുന്നത്, ഓർക്കുക, UDF-നെ BJP സഹായിച്ചത് MLA-മാരെ തന്നെ റാഞ്ചാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിക്കുന്നത്. ഒട്ടനവധി MLA-മാരുണ്ടെങ്കിൽ ചാക്കിൽ കുറച്ച് പേരെങ്കിലും കയറ്റാൻ കഴിയൂ എന്നുള്ളതാണ് അതിലേറ്റവും ഒടുവിൽ എഴുതി കാണിക്കുന്നത്. 2031-ൽ BJP-യുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ UDF-ലെ പകുതി MLA-മാർ ഉണ്ടാകും എന്നുള്ളതാണ് എഴുതി കാണിക്കുന്നത്. അടുത്തത്, ബംഗാളിന് ശേഷം BJP കണ്ണുവെക്കുന്നത് കേരളത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് MP നികേഷ് കുമാർ അത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ആ നികേഷ് കുമാറിൻ്റെ വീഡിയോക്കെതിരെയാണ് മറുനാടൻ ഷാജൻ വന്നിട്ട് ഒരു വാചകം കൊടുത്തിട്ടുള്ളത്. നികേഷ് കുമാർ പറയുന്നത് പച്ചക്കള്ളമാണെന്നാണ്. ഈ വീഡിയോ മൊത്തമായി എടുത്തു നോക്കിയാൽ നികേഷ് കുമാർ പറഞ്ഞതിനെ അനലൈസ് ചെയ്തൊരു വീഡിയോ ചെയ്യണമെങ്കിൽ കുറച്ചധികം സമയം വേണ്ടിവരും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ മറുനാടൻ ഷാജനെ പോലെയുള്ള ആളുകൾ വളരെ സിമ്പിളായി ലളിത യുക്തികൾ കൊണ്ട് അതിനെ അങ്ങോട്ട് പൊളിക്കാൻ ശ്രമിക്കുന്നതാണ് കണ്ടത്. ഇത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി വായിക്കാനുണ്ട്. അതുകൂടി വായിച്ചാലേ ഇതിൻ്റെ യാഥാർത്ഥ്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തും. പക്ഷേ സാധാരണ ഒരാൾ ലളിതമായി ചിന്തിക്കുമ്പോൾ മറുനാടൻ ഷാജൻ പറഞ്ഞത് ശരിയാണല്ലോ എന്ന് പറയുന്ന തോന്നലുണ്ടാവും. ഇതാണ് യഥാർത്ഥത്തിൽ പ്രോ സംഘപരിവാർ വലതുപക്ഷ മാധ്യമങ്ങൾ എടുക്കുന്ന ഒരു അജണ്ട. CPIM ഈ തെരഞ്ഞെടുപ്പിൽ MP നികേഷ് കുമാർ എന്ന മാധ്യമ പ്രമുഖനെ ഉപയോഗിച്ചത്. പണ്ട് CPM, അതായത് സുനിൽ കനകോലുവിനെ കോൺഗ്രസ് ഉപയോഗിക്കുന്ന പോലെയാണ് നികേഷ് കുമാറിനെ ഉപയോഗിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. അതിനു മുമ്പുള്ള കുറച്ച് ബ്ലാബ്ലാ ഉണ്ട്, അത് ഞാൻ കട്ട് ചെയ്തതാണ്. തെരുവിലിട്ട് കൊല്ലാൻ ശ്രമിച്ച MP രാഘവന്റെ മകൻ
രാഘവനോടുള്ള വിരോധം കൊണ്ട് മിണ്ടാപ്രാണികളെ വരെ CPM ചുട്ടരിച്ചിരുന്നു. രാഘവന്റെ ഇരകളായി 5 രക്തസാക്ഷികളാണ് CPM ഉണ്ടായത്. ആ രാഘവന്റെ മകൻ CPM പകവീട്ടാൻ വേണ്ടിയാണ് CPM-ലേക്ക് മാധ്യമ പ്രവർത്തക വേഷം അഴിച്ചു വെച്ച് വന്നത് എന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ്. ജോൺ ബ്രിട്ടാസിന്റെ പ്രാഗൽഭ്യത്തിൽ പിണറായി വിജയൻ വസ്തുതാപരമായ വിമർശനമല്ലാട്ടോ നടത്തുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഒരു കോൺസ്പിറസി തിയറി അങ്ങോട്ട് അടിച്ചു വിടുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഈ പറയുന്ന MV നികേഷ് കുമാർ സ്വന്തം പിതാവിനെ ഉപദ്രവിച്ചവരെ തകർത്ത് കളയാൻ വേണ്ടിയിട്ട് ഈ ഒരു വേഷം കെട്ടി ട്രോജൻ കുതിരയായിട്ട് CPM-നകത്ത് കയറിയതാണ് എന്ന് പറയുന്ന ഒരടിസ്ഥാനവുമില്ലാത്ത കാര്യം വെറുതെ അങ്ങോട്ട് അടിച്ചു വിടുകയാണ് മറുനാടൻ ഷാജൻ ആദ്യമേ തന്നെ ചെയ്യുന്നത് എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതിലേക്ക് കിടക്കാം. 2 വട്ടം അധികാരത്തിലെത്തിയതിനു ശേഷം ബ്രിട്ടാസിന് പകരം നികേഷ് കുമാറിനെ ചുമതല ഏൽപ്പിച്ചപ്പോഴാണ് CPM-ന്റെ കനകൂലുവായി അറിയപ്പെട്ടത്. എന്നാൽ സോഷ്യൽ മീഡിയ നികേഷ് കുമാറിനെ വിളിക്കുന്നത് എന്നാണ്. അതിനൊരു കാരണമുണ്ട്. കിണറേഷ് എന്നായിരുന്നു സോഷ്യൽ മീഡിയ നേരത്തെ നികേഷ് കുമാറിന്റെ പേരിട്ടത്. 2016 അഴീക്കോടിൽ പരസ്യം വന്നാണ് കേട്ടോ. അപ്പോൾ കട്ടി കിണറ്റിലെറി രക്ഷാപ്രവർത്തനം നടത്തിയപ്പോൾ കിട്ടിയ പേരാണ് കിണറേഷ്. പിന്നീട് CPM-ന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രം മെനയുന്ന ചുമതലയിലേക്ക് മാറിയപ്പോൾ ആ കിണറേഷ് ലോപിച്ച് കിണർഗോലുവായി. നികേഷ് കുമാർ എന്ന കിണർഗോലുവിന് വലിയ തിരിച്ചടിയായി പോയി ഈ തെരഞ്ഞെടുപ്പിലെ പരാജയം. കഴിഞ്ഞ 2 തവണ മഹാഭൂരിപക്ഷം നേടിയ LDF-ന്റെ 3ാം ഭരണത്തിന് ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുത്തത് കിണർഗോലുവിനായിരുന്നു. കിണർഗോലുവിന്റെ വീഡിയോകൾ, ശാന്തമായ സംഭാഷണങ്ങൾ, CPM നേതാക്കളുമായുള്ള അഭിമുഖങ്ങൾ, കിണർഗോലു ഡിസൈൻ ചെയ്ത പോസ്റ്ററുകൾ, കിണർഗോലു തന്നെ അവതരിപ്പിച്ച ഉദ്ധരണികൾ ഇവയൊക്കെയായിരുന്നു സഖാക്കൾ ഏറ്റെടുത്തത്. LDF അല്ലാതെ മറ്റാരുടെ എന്ന ചോദ്യം, ആ ചോദ്യം തന്നെ തിരിച്ചടിയായി എന്ന് പറയുന്നു. ആ ചോദ്യത്തിന് ഉത്തരം LDF ഇല്ല, മറ്റാരെയെങ്കിലും നിങ്ങൾ തിരഞ്ഞോളൂ എന്നാണ് എന്ന് ജനങ്ങൾ കരുതി. അത്തരത്തിൽ നികേഷ് മെനഞ്ഞ എല്ലാ തന്ത്രങ്ങളും ഒളിഞ്ഞുപോയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരുപക്ഷെ ആത്മാഭിമാനമുള്ള ആരാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ രാജിവെച്ച് സ്ഥലം വിടണം. പക്ഷെ നികേഷിന് അങ്ങനെ ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം കോടിക്കണക്കിന് രൂപ വാങ്ങിയാണ് ട്രീ കട്ടർ മുതലാളിമാർക്ക് തന്റെ ചാനൽ വിറ്റത്. ഇപ്പോഴും നിയമപരമായി ആ ചാനലിന്റെ ഉടമസ്ഥാവകാശമുണ്ടെങ്കിലും ആ ചാനൽ നടത്തിപ്പിൽ പങ്കൊന്നുമില്ല. CPM-ന്റെ ഭാഗമായി ഈ തെരഞ്ഞെടുപ്പിൽ അവരെ വിജയിപ്പിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു സുരക്ഷിത മണ്ഡലത്തിൽ ഇടം പിടിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇൻവെസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അത്ര വേഗം പിണങ്ങി പോവാൻ കഴിയില്ല. എങ്കിലും ഒരു അല്പം ഉളുപ്പൊക്കെ വേണ്ടേ. ആ ഉളുപ്പ് ലവലേശമില്ലാതെ സകല പാർട്ടിക്കാരും ഈ തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ആരോപിച്ചിട്ടും വീണ്ടും പച്ചക്കള്ളങ്ങളുടെ ഘോഷയാത്രയുമായി രംഗത്ത് വരുന്നു. ഇന്നലെ നികേഷ് കുമാർ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ രംഗപ്രവേശം ചെയ്തത് എങ്ങനെ BJP-ക്ക് 3 സീറ്റ് കിട്ടി എന്ന് വിലയിരുത്തിക്കൊണ്ടാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഫലം BJP-ക്ക് 3 സീറ്റ് കിട്ടിയതാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് നികേഷ് കുമാർ. BJP-ക്ക് വിജയ സാധ്യതയുള്ള മഞ്ചേശ്വരത്ത് ജയിച്ചത് CPM തോറ്റുകൊടുത്തുകൊണ്ടാണ്. അതേസമയം BJP ജയിച്ചു 3ഇടത്തും CPM-നെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് പാർട്ടി BJP-ക്ക് വേണ്ടി ഒറ്റുകൊടുത്തു എന്നാണ് നികേഷിന്റെ തിയറി. എന്നിട്ട് നികേഷ് പറയുന്നു ഏറ്റവും ഭയപ്പെടുത്തുന്നത് ഇപ്പോൾ ജയിച്ചിരിക്കുന്ന 102 പേരിൽ പലരും അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP-ക്കാരായി മാറുമെന്നാണ്. അതിന് അദ്ദേഹം കാരണമായി പറയുന്നത് മുഖ്യമന്ത്രി ആരുമാവട്ടെ അതല്ല യഥാർത്ഥ യുദ്ധം മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയാണ്. മന്ത്രിസ്ഥാനം കിട്ടാത്തവർ BJP-യിലേക്ക് ചേക്കേറും, പ്രത്യേക ബ്ലോക്ക് ആവും. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുക്കപ്പെട്ട 102 പേരിൽ പലരും BJP-യുടെ സ്ഥാനാർത്ഥികളാകുമെന്നാണ്. എന്നിട്ട് നികേഷ് കുമാർ പറയുന്നു ഈ തെരഞ്ഞെടുപ്പിൽ BJP അവർക്ക് വിജയ സാധ്യത പോലുമുള്ള ഏതാണ്ട് 40ഓളം സീറ്റുകൾ BDJS-നും 2020-ക്കും കൊടുത്തത് BJP-യെ ജയിപ്പിച്ച് പകരം കോൺഗ്രസിനെ ജയിപ്പിക്കാനാണെന്ന്. വാസ്തവത്തിൽ സംഭവം തിരിച്ചായിരുന്നു എന്ന് പലർക്കും അറിയാം. ചെങ്ങന്നൂരിൽ വിജയ സാധ്യതയുണ്ടായിരുന്ന സന്ദീപ് വാചസ്പതിക്ക് സീറ്റ് നിഷേധിച്ചത് പോലും സജി ചെറിയാൻ വേണ്ടിയാണ് എന്ന് അന്ന് തന്നെ ആരോപണം ഉണ്ടായതാണ്. തൃപ്പൂണിത്തുറയിൽ BJP-യുടെ A+ മണ്ഡലമായിട്ടും ഒട്ടും പരിചയമില്ലാത്ത 2020 സ്ഥാനാർത്ഥിക്ക് വേണ്ടി സീറ്റ് കൊടുത്തത് ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന ആരോപണം ഉയർന്നു. ഏറ്റുമാനൂരിൽ BN വാസവനെ രക്ഷിക്കാൻ വേണ്ടിയാണ് 2020 ആരും അറിയാത്ത ഒരു സോഷ്യൽ മീഡിയക്കാരിയെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന ആരോപണം ഉണ്ടായി. ഇതൊക്കെ അന്തരീക്ഷത്തിലുള്ളപ്പോൾ തിരിച്ചൊരു കഥയുമായി രംഗത്ത് വരികയാണ് കിണർഗോലു. കോൺഗ്രസ് പാർട്ടി ബഹുദൂരം പിന്നിൽ പോയാണ് BJP-യെ നേമത്തും കഴക്കൂട്ടത്തും ചാത്തന്നൂരും ജയിപ്പിച്ചത് എന്നാണ് തിയറി. എന്നാൽ ഇത് അർത്ഥസത്യം മാത്രമാണ്. യഥാർത്ഥ കണക്ക് വ്യത്യസ്തമാണ്. നേമത്ത് തീർച്ചയായും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കുറഞ്ഞ വോട്ടുകളാണ് UDF സ്ഥാനാർത്ഥി നേടിയത്.
എന്നാൽ അത് സ്ഥാനാർത്ഥിയുടെ വ്യത്യാസമാണ്. കഴിഞ്ഞ തവണ മത്സരിച്ചത് സാക്ഷാൽ കെ മുരളീധരനാണ്. എന്നാൽ ഇക്കുറി ശബരിനാഥും. മുരളീധരന് പകരം ശബരിനാഥ് മത്സരിക്കുമ്പോൾ വോട്ട് കുറയും എന്നത് സ്വാഭാവികം. കഴിഞ്ഞ തവണ BJP വിരുദ്ധ വോട്ടുകൾ മുരളീധരനും ശിവൻകുട്ടിക്കുമായി സ്പ്ലിറ്റ് ചെയ്തിരുന്നു. എന്നിട്ടും ഇടതു തരംഗമായിരുന്നതുകൊണ്ട് ശിവൻകുട്ടി ജയിച്ചു കയറി. ഇക്കുറിയും അത് ആവർത്തിച്ചെങ്കിലും കഴിഞ്ഞ തവണത്തേക്കാൾ BJP വിരുദ്ധ വോട്ടുകൾ ലഭിച്ചത് ശിവൻകുട്ടിക്ക് തന്നെയാണ്. പക്ഷേ UDF തരംഗമായതിനാൽ അത് ഫലപ്രദമായില്ല. BJP ജയിച്ചു. എന്നാൽ മറ്റു രണ്ട് മണ്ഡലങ്ങളും നോക്കുക. ഒന്ന് ചാത്തന്നൂർ. 2021 LDF നേടിയത് 59,296 വോട്ടാണ്. അവർ വിജയിച്ചു. UDFന് 34,280 വോട്ട് മൂന്നാം സ്ഥാനത്ത്. BJPക്ക് 42,090 വോട്ട് രണ്ടാം സ്ഥാനത്ത്. എന്നാൽ 2026 LDFന്റെ വോട്ട് 59,296 നിന്നും ഏതാണ്ട് 11,771 കുറഞ്ഞ് 47,525 UDFന്റെ വോട്ട് 996 വോട്ട് കൂടി 30,276 BJPയുടെ വോട്ട് 9,733 വോട്ട് കൂടി 51,923 ജയിച്ചു. ഇവിടെ LDFന് 11,771 വോട്ട് കുറഞ്ഞപ്പോഴാണ് BJPക്ക് 9,833 വോട്ട് കൂടിയത്. എന്ന് വെച്ചാൽ LDFന് കഴിഞ്ഞ വർഷം കിട്ടിയ വോട്ടുകൾ ഇക്കുറി BJPക്ക് കിട്ടിയെന്നർത്ഥം. ഈ വാസ്തവമായി തുടരുമ്പോഴാണ് ഗണറേഷൻ നുണക്കഥയുമായി മണ്ടൻ അടിമകളെ തെറ്റിദ്ധരിപ്പിക്കാൻ എത്തുന്നത്. ഇത് തന്നെയാണ് കഴക്കൂട്ടത്ത് സംഭവിച്ചതും. കഴിഞ്ഞ തവണ 2021 LDFന്റെ സ്ഥാനാർത്ഥിയായ കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് പിടിച്ചത് 63,690 വോട്ടാണ്. ഇക്കുറി 17,554 വോട്ട് കുറഞ്ഞ് 46,136 വോട്ടായി മാറി. എന്ന് വെച്ചാൽ CPMന്റെ ഏതാണ്ട് 17,000-ഓളം വോട്ട് താഴ്ന്നുപോയി. ആ വോട്ടാണ് BJPക്ക് ലഭിച്ചത്. BJP കഴിഞ്ഞ തവണ 40,193 വോട്ട് നേടിയപ്പോൾ ഇക്കുറി അത് 6,371 കൂട്ടി 46,564 ആക്കി. CPMന് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടിന്റെ 1/3 BJPക്ക് പോയി എന്നർത്ഥം. അതേസമയം UDF സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ 4,188 വോട്ട് കൂടുതൽ നേടി. എന്ന് വെച്ചാൽ കഴക്കൂട്ടത്തെ UDF സ്ഥാനാർത്ഥിയുടെ ഒരു വോട്ട് പോലും കുറഞ്ഞില്ല, വോട്ട് കൂടുകയാണ് ചെയ്തത്. വോട്ട് കുറഞ്ഞതും നഷ്ടപ്പെട്ടതും BJPക്ക് പോയതും LDFന്റേതാണ്. ഇത് യാഥാർത്ഥ്യമായിരിക്കണേ. അത് മറച്ചു വെച്ചുകൊണ്ട് UDFന്റെ വോട്ടാണ് BJPക്ക് പോയത് എന്ന പച്ചക്കള്ളമാണ് ഇവർ പറയുന്നത്. ഇത് മാത്രമാണ് ആണോ? BJP മുന്നേറ്റം നടത്തിയിടത്തെല്ലാം പിന്നോട്ട് പോയത് LDF ആണ്. എന്ന് വെച്ചാൽ അതായത് നികേഷ് കുമാർ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തെ വളരെ ലളിത യുക്തി കൊണ്ടിട്ട് അങ്ങോട്ട് നേരിടാനാണ് മറുനാടൻ ഷാജൻ ശ്രമിച്ചിട്ടുള്ളത്. അതിൽ മറുനാടൻ ഷാജൻ പറയുന്ന 3 മണ്ഡലങ്ങൾ, ഒന്ന് നേമം, അതുപോലെ തന്നെ ഒന്ന് നമുക്കറിയാം ചാത്തന്നൂർ, രണ്ടാമത്തേത് ഈ പറയുന്ന കഴക്കൂട്ടം. അപ്പോൾ ഈ 3 മണ്ഡലങ്ങളിലാണ് ഇത്തവണ BJP ജയിച്ചിട്ടുള്ളത്. ആ 3 മണ്ഡലങ്ങളിൽ BJP ജയിക്കുമ്പോൾ അവിടെ 2 മണ്ഡലങ്ങളിൽ നേമത്ത് ശരിക്കും കഴിഞ്ഞ തവണ കോൺഗ്രസ് കിട്ടിയിട്ടുള്ള വോട്ടുകൾ കിട്ടിയിട്ടില്ല. അത് മുരളീധരൻ മത്സരിച്ച് അത്രയും വോട്ടുകൾ പിടിക്കാനായിട്ട് ശബരിനാഥിന് കഴിഞ്ഞില്ല. അതിൻ്റെ അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖരന് കിട്ടി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ബാക്കി 2 മണ്ഡലങ്ങളിലും കോൺഗ്രസ് കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ വോട്ടുകൾ കൂട്ടി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ യാഥാർത്ഥ്യം പറഞ്ഞുകൊണ്ട് നികേഷ് കുമാർ പറഞ്ഞിട്ടുള്ള ഒരു വസ്തുതയെ അങ്ങോട്ട് ഉടനെ തന്നെ പച്ചക്കള്ളമാണ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് പോലും ഇത് വിശ്വസിക്കാൻ തോന്നി, ശരിയാണെന്ന് തോന്നി. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? പക്ഷേ ഇതാണ് CPMന്റെ കുഴപ്പമെന്ന് പറയുന്നത്. കാരണം നികേഷ് കുമാർ ആ ആശയങ്ങളൊക്കെ ഗംഭീരമായി അവതരിപ്പിച്ചുകൊണ്ടൊരു വീഡിയോ ഇടുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് ആക്ഷൻ ഉണ്ടാകുന്നില്ല. നാളെ ഇത് മറുനാടന് മറുപടി ആരും പറയാനുണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു ചെറിയ ഞാൻ കണ്ടിട്ടുള്ള ഒരു ആർട്ടിക്കിളുണ്ട്. ആ ആർട്ടിക്കിൾ എനിക്ക് ഓൺലൈനിൽ നിന്ന് കിട്ടിയതാണ്. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം നിങ്ങളെ. ക്ഷമയോടെ കേട്ടാൽ ഏതാണ്ട് കാര്യം മനസ്സിലാവും. മെയ് 6-ന് ഇത് ഗോകുൽ എസ് വിജയ് എഴുതിയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ഇത് ശരിയാണ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഈ തെരഞ്ഞെടുപ്പിൽ നേമത്ത് BJP ആകെ നേടിയത് 57,192 വോട്ടാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ 5,304 വോട്ടുകൾ അധികം നേടിയ വോട്ടിൻ്റെ എണ്ണം മാത്രം അടിസ്ഥാനപ്പെടുത്തി പരിശോധിച്ചാൽ LDFൽ നിന്നും UDFൽ നിന്നും ഇത്തവണ BJPയിലേക്ക് വോട്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് കാണാം. LDF സ്ഥാനാർത്ഥി ശിവൻകുട്ടിക്ക് 2021 2,238 വോട്ട് കുറഞ്ഞു. UDFന് 5,800-ഓളം വോട്ടുകളും നഷ്ടമായിട്ടുണ്ട്. BJPക്ക് അടിത്തറ ഉണ്ടാക്കിയത് ആരുടെ വോട്ടുകൾ എന്നുള്ളതാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെയാണ് ഷാജൻ പറയുന്ന ഈ കണക്കിൽ ഈ പറയുന്ന പോലെ പ്രശ്നമുള്ളത്.
മനസ്സിലായോ? അത് കൃത്യമായി നിങ്ങൾ പരിശോധിക്കണം. പക്ഷേ നികേഷ് കുമാറിൻ്റെ വീഡിയോയിലും അത് അത്രയും കൃത്യമായി പറഞ്ഞിട്ടില്ല. നികേഷ് കുമാർ ഒരു ചെറിയ വീഡിയോ ആയതുകൊണ്ട് അതിൻ്റെ ആശയം വ്യക്തമാക്കാൻ വേണ്ടി മാത്രം ഒരു കാര്യം പറഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഷാജൻ്റെ വ്യൂവർഷിപ്പ് അടക്കം വലിയ തോതിൽ ആളുകൾ കേൾക്കുമ്പോൾ നികേഷ് കുമാർ വലിയ കള്ളം പറഞ്ഞു എന്നുള്ളൊരു തോന്നലാണ് ഉണ്ടാവുക. അത് യഥാർത്ഥത്തിൽ പൊളിച്ചെടുക്കേണ്ടതുണ്ട്. അതിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ നിയമത്തെ വോട്ടിംഗ് രീതി പരിശോധിച്ചാൽ BJPക്ക് അടിത്തറയുണ്ടാക്കുന്നതിൽ എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരൊറ്റ തവണത്തെ പരിശോധിച്ചാൽ പോരാ, കഴിഞ്ഞ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ പരിശോധിച്ചാൽ BJPക്ക് അടിത്തറയുണ്ടാക്കുന്നതിൽ UDF വോട്ടുകളുടെ ചെറുതല്ലാത്ത പങ്ക് വ്യക്തമാകും. 2006 മുതൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ BJPയുടെ വോട്ട് വിഹിതം 35% കൂടിയിട്ടുണ്ട്. ഇതേ കാലയളവിൽ UDF വോട്ട് വിഹിതം 30% തന്നെ കുറഞ്ഞിട്ടുണ്ട്. CPIMനും 3.5% വോട്ട് നഷ്ടമായിട്ടുണ്ട്. അതായത് UDFൻ്റെ ഭൂരിപക്ഷം വോട്ടും CPIMൻ്റെ വളരെ കുറച്ച് വോട്ടും ഇതിനിടയിൽ BJPയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. എന്ന് പറഞ്ഞാൽ ഈ മൊത്തത്തിലുള്ള കഴിഞ്ഞ തവണത്തെ 5ഓളം തെരഞ്ഞെടുപ്പുകൾ കൃത്യമായി പരിശോധിച്ചാൽ, അതായത് 2006 മുതൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെയുള്ള കൃത്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ പരിശോധിച്ചാൽ ഇത് നമുക്ക് ബോധ്യപ്പെടും. രൂപീകരിച്ച നാൾ മുതൽ ഇടത് വലത് മുന്നണികളെ മാറി മാറി പരീക്ഷിച്ച മണ്ഡലമാണ് നിയമം. 2006 മുൻ സ്പീക്കർ ശക്തൻ ജയിച്ചതും 20 വർഷങ്ങൾക്കിപ്പുറം കോൺഗ്രസ് സ്ഥാനാർത്ഥി, അതായത് ശക്തനാണ് അവിടെ നിന്ന് ജയിക്കുന്നത്. നിയമത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് നേടിയത് 2006. അന്ന് 50.74% വോട്ടുകൾ കിട്ടിയാണ് ശക്തൻ ജയിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. അതേസമയം ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ മത്സരിച്ച KS ശബരിനാഥന് കിട്ടിയിട്ടുള്ളത് 21.18% വോട്ടാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് 2006 നിന്ന് 20 കൊല്ലങ്ങൾക്ക് ഇപ്പുറത്തേക്ക് വരുമ്പോൾ അന്ന് കിട്ടിയതിൻ്റെ പകുതി പോലുമില്ല. അതിനേക്കാളും പിന്നെ 5% കുറഞ്ഞ് കേവലം 21.18%. ആരുടെ വോട്ടുകളാണ് BJPയിലേക്ക് പോയത് ഷാജാൻ? ഇനി അടുത്തത്, ഇന്നത്തെ നിലയിലുള്ള നിയമമണ്ഡലം പുനർനിർണ്ണയിക്കപ്പെട്ടതിന് ശേഷം, അതായത് നേരത്തെ ഉണ്ടായിരുന്ന നിയമമല്ല, പുനർനിർണ്ണയിക്കപ്പെട്ടതിന് ശേഷം 2011 UDFൻ്റെ വോട്ട് ബാങ്കിനെ നെടുകെ പുലർത്തിക്കൊണ്ടാണ് BJP വരവറിയിക്കുന്നത്. O രാജഗോപാൽ 43,661 വോട്ട് നേടി 2ാം സ്ഥാനത്തേക്ക് കുതിച്ചപ്പോൾ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ചാരുപാറ രവിക്ക് 20,248 വോട്ടാണ് നേടാനായത്. അതായത് കോൺഗ്രസ് വിഹിതം 50% നിന്ന് 17.38% ചുരുങ്ങി. എവിടെ? 2006 നിന്ന് ഒറ്റടിക്ക് 2011 വന്നപ്പോൾ. അപ്പോൾ 50,076 വോട്ട് നേടി ശിവൻകുട്ടി വിജയിക്കുകയും ചെയ്തു. കാലങ്ങളായി കോൺഗ്രസിന് 40% വോട്ട് ലഭിച്ചിരുന്ന മണ്ഡലം 2011 UDF ഘടകകക്ഷിയായ SJDക്ക് വിട്ടു നൽകിയതാണ് തിരിച്ചടിയായതെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇനി അടുത്തത്, 2016 UDFൻ്റെ വോട്ട് 13,860 കൂപ്പുകുത്തുകയും O രാജഗോപാൽ 67,813 വോട്ടെന്ന റെക്കോർഡ് നേട്ടത്തിലേക്ക് എത്തുകയും ചെയ്തതോടെ നിയമസഭയിൽ BJP അക്കൗണ്ട് നടന്നു. അപ്പോഴും ഇടത് സ്ഥാനാർത്ഥി V ശിവൻകുട്ടിക്ക്, നിങ്ങളൊന്ന് ആലോചിക്കണം, അതായത് 2016 BJP O രാജഗോപാൽ നിയമസഭയിലേക്ക് എത്തിയപ്പോൾ അപ്പോഴും ഇടത് സ്ഥാനാർത്ഥി V ശിവൻകുട്ടിക്ക് 59,142 വോട്ട് കിട്ടിയിരുന്നു. പിന്നീട് 2021 K മുരളീധരൻ താരതമ്യേന ശക്തമായ മത്സരം കാഴ്ചവെച്ച് UDFൻ്റെ പഴയ വോട്ടുകൾ കുറേയൊക്കെ തിരിച്ചു പിടിച്ചപ്പോഴാണ് LDF വിജയിക്കുന്നത്. SJDക്ക് സീറ്റ് കൈമാറിയതിന് ശേഷം 2 തെരഞ്ഞെടുപ്പുകളിലായി UDFൻ്റെ വോട്ട് വിഹിതം 41% കുറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനാൽ ഇക്കാലങ്ങളിൽ LDF വോട്ടുകൾ അതുപോലെ നിലനിർത്തുകയും ചെയ്തു. ആ കാലഘട്ടങ്ങളിലൊന്നും തന്നെ LDF വോട്ടുകൾ ചോർന്നിട്ടില്ലെന്ന് മനസ്സിലാക്കാം. UDFിൽ നിന്നുള്ള വോട്ട് ഒഴുക്കിനെ പറ്റി O രാജഗോപാൽ 2021 പറഞ്ഞത്, കുറേയധികം കോൺഗ്രസ്സുകാർ എന്നെ പിന്തുണച്ചു എന്നാണ്. ഇടത് പാർട്ടികളിൽ നിന്ന് വോട്ട് എത്തിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അവരത് ചെയ്യില്ല, അവർക്ക് അധികാരം വേണമായിരുന്നു എന്നും O രാജഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇതാണ് നിങ്ങൾ അറിയേണ്ടത് നിയമത്തിൻ്റെ ഒരു ചെറിയ കഥ എന്ന് പറയുന്നത്. ഇനി തിരുവനന്തപുരത്തിന് പുറത്ത് കൊല്ലത്ത് BJPക്ക് വിജയം സമ്മാനിച്ച ഏക മണ്ഡലമാണല്ലോ ചാത്തന്നൂർ എന്ന് പറയുന്നത്. അത് നിയമവും കഴക്കൂട്ടവും BJPയുടെ സ്റ്റാർ മണ്ഡലങ്ങളായി വ്യാഖ്യാനിക്കുമ്പോഴും ഇതധികം ശ്രദ്ധിക്കാത്തൊരു മണ്ഡലമാണ്. ഇത്തവണ അവിടെ ഗോപകുമാർ ജയിച്ചിട്ടുള്ളത് ആകെ പോൾ ചെയ്തതിൻ്റെ 38% മുകളിൽ വോട്ട് നേടിയാണ് BJPയുടെ BB ഗോപകുമാർ ഇത്തവണ ജയിച്ചത്. എക്സിറ്റ് പോളുകൾ ചാത്തന്നൂരിൽ അനുകൂലമാണെന്നുള്ള കാര്യമൊക്കെ ഉണ്ടായപ്പോഴും ആരും ആ വിജയം പ്രതീക്ഷിച്ചിരുന്നില്ല. R രാജേന്ദ്രനെ 4012 വോട്ടുകൾ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് പിടിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ BB ഗോപകുമാർ എന്ന് പറയുന്നത് അവിടെ SNDPയുടെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം, അവിടുത്തെ വലിയ പ്രവർത്തകനായിരുന്നു SNDPയുടെ. അപ്പോൾ 2016 മുതലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മണ്ഡലത്തിലെ BJPയുടെ സ്ഥിരം സ്ഥാനാർത്ഥിയാണ് ഗോപകുമാർ.
മണ്ഡലത്തിലെ സജീവ SNDP യോഗം പ്രവർത്തകനുമാണ്. SNDP ചാത്തന്നൂർ യൂണിറ്റ് പ്രസിഡന്റാണ് അദ്ദേഹം. SNDP യോഗം നേതാവും മുൻ ജനറൽ സെക്രട്ടറിയുമായിരുന്ന വെള്ളാപ്പള്ളി നടേശൻ LDFനെ പിന്തുണച്ചെങ്കിലും ചാത്തന്നൂരിൽ BJP സ്ഥാനാർത്ഥിക്ക് SNDP പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാണ് ഈ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ ഞാൻ പറയുന്നത് 2011 BJP മണ്ഡലത്തിൽ ആകെ നേടിയത് 3.36% വോട്ടാണ്. എന്നാൽ ഗോപകുമാർ ആദ്യമായി മത്സരിച്ച 2016 തെരഞ്ഞെടുപ്പിൽ ഇത് 24.56% വോട്ടുകളായി വർദ്ധിച്ചു. പിന്നീടുള്ള 4 തെരഞ്ഞെടുപ്പുകളിലായി 14%-ഓളം വോട്ടുകൾ പിന്നെയും വർദ്ധിപ്പിക്കാൻ BJPക്ക് കഴിഞ്ഞു. ഈ കാലയളവിൽ UDFനും LDFനും മണ്ഡലത്തിൽ വോട്ട് ചോർച്ചയുണ്ടായിട്ടുണ്ട്. 2016 67,606 വോട്ട് നേടിയ LDFന് ഈ തെരഞ്ഞെടുപ്പുകളിൽ ആകെ കിട്ടിയത് 47,000-ന് മുകളിൽ വോട്ടുകളാണ്. ഏതാണ്ട് 17% ഇടിവ് ചാത്തന്നൂരിൽ LDFനുണ്ടായിട്ടുണ്ട്. കാരണം LDFന് കിട്ടിക്കൊണ്ടിരുന്ന 7 വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അത് നമ്മൾ സത്യം പറയുന്നതിന് നമ്മൾ മടിക്കേണ്ട ആവശ്യമില്ല. UDFൻ്റെ നഷ്ടം ഇതിലും വലുതാണ്. അതാണ് അടുത്തത്. BJP 2ാം സ്ഥാനത്തെത്തിയ 2016 തെരഞ്ഞെടുപ്പിൽ UDFന് കുറഞ്ഞത് 16.74% വോട്ടുകളാണ്. LDFന് നഷ്ടപ്പെട്ടതാകട്ടെ 1.9%. ഒന്ന് ആലോചിക്കണം. BJP 2ാം സ്ഥാനത്തെത്തിയ 2016 തെരഞ്ഞെടുപ്പിൽ UDFന് 16.74%, LDFന് വെറും 1.9% നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ 2016 ഇത്തരത്തിലുള്ള നിരവധി, ഞാൻ പറയുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഇനി കഴക്കൂട്ടം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം, ക്വിക്കായിട്ടൊന്ന് പരിശോധിക്കാം. കഴക്കൂട്ടത്ത് നഷ്ടമുണ്ടായിട്ടുള്ളത് LDFനാണ്. വോട്ട് വിഹിതത്തിൽ ഏതാണ്ട് 11% ഇടിവുണ്ടായിട്ടുണ്ട്. ഇത് BJPയുടെ 6.33%, കോൺഗ്രസിൻ്റെ 4.41% വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കഴക്കൂട്ടത്ത് യഥാർത്ഥത്തിൽ അവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു വലിയ നഷ്ടം അവിടെ CPMനുണ്ടായിട്ടുണ്ട്. വെറും 428 വോട്ടിനാണ് മുൻ വിദേശകാര്യ സഹമന്ത്രിയായിട്ടുള്ള V മുരളീധരൻ നിലവിലെ MLA കടകംപള്ളി സുരേന്ദ്രൻ തോൽപ്പിച്ചത്. ഈ തെരഞ്ഞെടുപ്പിലെ വോട്ട് നില മാത്രം നോക്കിയാലാണ് LDFന് നഷ്ടമുണ്ടാവുക, നമുക്ക് നഷ്ടമെന്ന് പറയാൻ കഴിയുക. അതേസമയം BJP മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മൊത്തം വളർച്ച എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് റിസൾട്ട് എന്ന് കൂടി നമുക്ക് നോക്കാം. അത് കൃത്യമായി നോക്കാം. BJP മണ്ഡലത്തിൽ പ്രകടമായി വളർച്ച ഉണ്ടാക്കിയ 2016 തെരഞ്ഞെടുപ്പ് മുതൽ പരിശോധിച്ചാൽ BJPയുടെ വിജയത്തിൽ കൂടുതൽ ഉത്തരവാദിത്തം കോൺഗ്രസിനാണെന്ന് പറയേണ്ടി വരും. ചാത്തന്നൂരിലേതിന് സമാനമായ ഒരു ക്രമം കഴക്കൂട്ടത്തും പ്രകടമാണ്. 2016 V മുരളീധരൻ സ്ഥാനാർത്ഥിയായതിനു ശേഷമാണ് BJP ആദ്യമായി ഇവിടെ 2ാം സ്ഥാനത്തെത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 25%-ഓളം വോട്ട് വിഹിതം BJP വർദ്ധിപ്പിച്ചു എന്ന് 2016. കോൺഗ്രസിന് നഷ്ടമായത് 17.56% എന്ന് 2016. ഈ തെരഞ്ഞെടുപ്പിൽ LDFനും ഏതാണ്ട് 9% വോട്ടുകൾ നഷ്ടമായിട്ടുണ്ട്. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ BJP മുരളീധരനെ മാറ്റി ശോഭാ സുരേന്ദ്രനെ പരീക്ഷിച്ചെങ്കിലും 2% വോട്ട് ഇടിയുകയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെയും 2026 മുരളീധരൻ മത്സരിച്ചപ്പോൾ BJP വിജയം കൊയ്തു. ഇത് V മുരളീധരനുള്ള വ്യക്തിപരമായ സ്വാധീനം കൂടി മണ്ഡലത്തിലുള്ളതായി കാണുന്നു. 2011 മുതൽ UDFൻ്റെ 18.12%, LDFൻ്റെ 9.32% വോട്ടുകളും കഴക്കൂട്ടത്ത് ചോർന്നിട്ടുണ്ട്. ഈ കാലയളവിൽ BJP നേടിയത് 28.53% വളർച്ചയെന്നാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ മണ്ഡലങ്ങളും എടുത്തു വെച്ചാൽ, നമ്മളിപ്പോൾ ഈ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പ് മാത്രം എടുത്തു നോക്കിയാൽ LDFൻ്റെ വോട്ടുകൾ കുറഞ്ഞതായിട്ട് തോന്നും. അതാണ് ഷാജൻ എടുത്ത് പറഞ്ഞേക്കുന്നത്. പെട്ടെന്ന് നമുക്ക് ശരിയാണെന്ന് തോന്നും. പക്ഷെ മറ്റത് പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചുകൂടി സമയമെടുക്കും. യഥാർത്ഥത്തിൽ നികേഷ് കുമാർ പറഞ്ഞത് തന്നെയാണ് ശരി, ഷാജൻ പറഞ്ഞതല്ല എന്നുള്ളതാണ് ഞാൻ ഈ കണക്കുകൾ വെച്ചുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞത്.